നമ്മൾ ലോകത്തിൽ തന്നെ നോക്കുമ്പോൾ അധികാരമുള്ള ഒരുപാട് ആളുകൾ അവരുടെ അധികാരവും കാര്യങ്ങളും ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാതെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈ അധികാരവും കാര്യങ്ങളൊക്കെ മുൻനിർത്തി ഇത്തരത്തിലുള്ള ക്രൈം ചെയ്യുന്ന ആളുകളെല്ലാവരും തന്നെ കരുതുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ തങ്ങൾ ഇൻവിസിബിൾ ആണെന്നുള്ളൊരു തരത്തിലായിരിക്കും. എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസും അവർക്കുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിലിപ്പീൻസിൽ നിന്നുള്ള ഒരു മേയറും ആളുടെ കൂട്ടാളികളും ആ കൂട്ടാളികളിൽ തന്നെ ഒരു ഹൈ റാങ്കിങ് പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെല്ലാവരും കൂടെയും ഒരു സ്റ്റുഡന്റിനെ കിഡ്നാപ്പ് ചെയ്ത് റേപ്പ് ചെയ്ത് അതേപോലെ തന്നെ ആ പെൺകുട്ടിയുടെ സുഹൃത്തിനെയും ഇല്ലാതാക്കുകയായിരുന്നു. ഇത് ഇത്തിരി ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏലിയൻ സർമന്റെ അലൻ ഗോമസ് എന്ന് പറയുന്ന രണ്ട് വിദ്യാർത്ഥികളുടെ കഥയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. യൂണിവേഴ്സിറ്റി ഓഫ് ഫിലിപ്പീൻസിലെ ലോസ് ബെന്യോസ് ക്യാമ്പസിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ 1993 ജൂൺ 29. അന്നത്തെ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അന്നത്തെ ദിവസം രാവിലെ തന്നെ ലാവിലെ എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഡോർമെട്രിയുടെ നടത്തിപ്പുകാരി അവിടെ ഒരു സ്റ്റുഡന്റിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഏലിയൻ എന്ന് പറയുന്ന 21 വയസ്സുള്ള സയൻസ് ആൻഡ് അഗ്രികൾച്ചർ വിദ്യാർത്ഥിനിയെയായിരുന്നു അവർ അന്വേഷിച്ച് നടന്നത്. കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലേ ദിവസം അവർ അവിടോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾക്കൊന്നും തന്നെ അവരെങ്ങോട്ട് പോയതെന്നുള്ളതിനെ കുറിച്ച് അറിയുണ്ടായിരുന്നില്ല. ഏലിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ എപ്പോഴും ചിരിച്ച മുഖത്തോട് കൂടിയിട്ടായിരുന്നു ആ പെൺകുട്ടിയെ ബാക്കിയുള്ള എല്ലാവരും തന്നെ കണ്ടിരുന്നത്. വളരെ വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ജീവിതത്തിൽ ഇന്നോളമുള്ള ജേണിയിൽ ഇതുവരെ യാതൊരു പ്രശ്നത്തിലും ചെന്ന് ചാടാത്തൊരു കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി കൂടിയായിരുന്നു. ആ ഒരു പെൺകുട്ടിയായിരുന്നു മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നത്. ഇതേ സമയത്ത് കാൽവൻ ലഗൂനയിലുള്ള പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് ഒരു വാൻ കൊണ്ടുവരികയാണ്. ഒരു ടൊയോട്ടയുടെ വാനായിരുന്നു അത്. ആ വാനിൽ ഒരു ചേതനയേറ്റ പെൺകുട്ടിയുടെ മൃതദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഐലിന്റെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ അവിടെയുള്ള ടീച്ചേഴ്സിനെയും മറ്റുമൊക്കെ പോലീസുകാർ വിവരം അറിയിക്കുകയായിരുന്നു. ഉടനെ തന്നെ ആ ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐലിന്റെ ഫ്രണ്ട്സും മറ്റും പോലീസ് സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. അവർ നോക്കുമ്പോൾ അത് ഐലിന്റെ ബോഡി തന്നെയായിരുന്നു. ഉടനെ തന്നെ ടീച്ചേഴ്സ് ഐലിന്റെ പേരൻസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ആ ഒരു സീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിക്രൂരമായിട്ടായിരുന്നു ഐലിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയെ കൊന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീൻ കണ്ട പലരും ട്രോമയിൽ നിന്ന് പുറത്തോട്ട് വരാൻ ഒരുപാട് സമയമെടുത്തു. ഈ പെൺകുട്ടിയുടെ തലയുടെ ഒരു ഭാഗം ചെതറിപ്പോയിട്ടുണ്ടായിരുന്നു, ഒരു കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ വളരെ ക്രൂരമായിട്ട് ആ പെൺകുട്ടിയുടെ ദേഹം മുഴുവൻ ഉപദ്രവിച്ച പാടുകളും ഉണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് നേക്കഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ ബോഡിയും കണ്ടെടുത്തിട്ടുണ്ടായത്. അതേപോലെ തന്നെ ഒച്ച വെക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ വായിൽ ഒരു ഹാൻഡ് കർച്ചീഫും തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ബ്രൂട്ടലായിട്ടുള്ള ഒരു സീൻ തന്നെയായിരുന്നു അത്. വിവരമറിഞ്ഞ പാരൻസ് അവിടെ എത്തുകയാണ്. അവർ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കിയപ്പോൾ അവർക്ക് മകളുടെ മുഖവും കാര്യങ്ങളൊന്നും മര്യാദക്ക് കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം ഉണ്ടായിരുന്നില്ല. അവർ ആ ഒരു പെൺകുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കവിളിലൊരു മറുക് ഉണ്ടായിരുന്നു. ആ ഒരു മറുക് വെച്ചിട്ടായിരുന്നു പാരൻസ് ആ പെൺകുട്ടിയുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ വിദ്യാർത്ഥികൾ മുഴുവൻ ഐലിൻ്റെ മരണത്തിൻ്റെ ഷോക്കിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു ന്യൂസ് വരുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു വിദ്യാർത്ഥിയുടെ കൂടെ ബോഡി ലഭിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ഡംപിങ് സൈറ്റിൽ നിന്നായിരുന്നു ഒരു ബോഡി കിട്ടിയത്. അലൻ എന്ന് പറയുന്ന 19 വയസ്സുള്ള ഒരു അഗ്രികൾച്ചർ സ്റ്റുഡൻറ്റിൻ്റെ തന്നെ ബോഡിയായിരുന്നു അത്. അപ്പോൾ അലനും ഈ ഒരു ഐലിൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവരെ കാണാതാകുന്നതിൻ്റെ അന്നത്തെ ദിവസം നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചും ഉണ്ടായിരുന്നു. ആ പയ്യനെയും വളരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ദേഹത്ത് അതുപോലെ തന്നെ ബുള്ളറ്റ് വൂൺസും ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം നടത്തിയത്? ഇതെല്ലാം തുടങ്ങുന്നത് ഐലിൻ ഒരു ഇന്റർവ്യൂ ചെയ്തെടുത്തു നിന്നാണ്. കാൽവാനിലെ ലെഗുണ പ്രോവിൻസ് സിറ്റിയിലത്തെ മേയറായിട്ടുള്ള മേയർ ആന്റോണിയോ സാഞ്ചസ് എന്ന് പറയുന്ന ഒരാളെ ആയിരുന്നു ആ പെൺകുട്ടി സ്കൂൾ പേപ്പറിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ സാഞ്ചസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം പേഴ്സണാലിറ്റി ആയിരുന്നു ആളുടേത്. പബ്ലിക്കിന്റെ മുന്നിൽ വളരെ ഗോഡ് ഫിയറിംഗ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു ഇമേജ് ആയിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിലും ഒരുപാടധികം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആൾ ചെയ്യാറുണ്ടായിരുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്തിനേറെ പറയുന്നു, ആളുടെ അടുത്ത് ഒരു പ്രൈവറ്റ് ആർമി തന്നെ ഉണ്ടായിരുന്നു. ആളുടെ അവിടുത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗാംബ്ലിങ്, ട്രാഫിക്കിങ് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആളവിടെ ചെയ്തു പോന്നിരുന്നു. ഇതിലൂടെയൊക്കെ ഒരുപാടധികം പൈസയും ആൾ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആളുടെ ഫാമിലി ലൈഫിന്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ ആളുടെ ഭാര്യ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് തന്നെ കൂടാതെ വേറെ ഒരുപാട് മിസ്ട്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ലവേഴ്സൊക്കെ ഉള്ള ഒരാളാണെന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി അവർ ടി-വിയുടെ മുന്നിൽ പറഞ്ഞ സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നാളെ മീഡിയയുടെ മുന്നിലും മറ്റൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ എപ്പോഴും മറ്റേ എന്താ പറയുക മദർ മേരിയുടെ ഫിഗറിന്റെ അടുത്തൊക്കെ ആയിരിക്കും ആൾ ഉണ്ടാവുക. അതായത് അത്രത്തോളം ദൈവഭക്തിയുള്ള ഒരാളാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്
അങ്ങനെയുള്ള ഫോട്ടോസും കാര്യങ്ങളും കൊണ്ട് നടക്കുക, അതേപോലെ തന്നെയുള്ള സ്റ്റാച്യൂസിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾ പബ്ലിക്കിൻ്റെ ഇടയിലുള്ള ആ ഒരു ഇമേജ് നിലനിർത്താൻ വേണ്ടി ചെയ്തു പോന്നിരുന്നു. എന്നാൽ അതൊന്നും ആയിരുന്നില്ല ആളുടെ ആ ഒരു മുഖം മൂടി പതിയെ അഴിഞ്ഞു വീഴായിരുന്നു. ഒരുപാടധികം അലിഗേഷൻസ് ആൾക്കെതിരെ വരികയും ചെയ്തു. അതുപോലെ തന്നെ എയ്ലീൻ ആൾ ഇന്റർവ്യൂ ചെയ്യുന്ന ടൈമിൽ ആൾ ഓൾറെഡി ഒരു മർഡർ കേസിന്റെ ട്രയലിലായിരുന്നു. ആളുടെ പൊളിറ്റിക്കൽ ഒപ്പോണന്റിന്റെ ഒരു സപ്പോർട്ടറിനെ കൊന്നൊരു കേസായിരുന്നു അത്. ഇവർ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ടൈമിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മേയറിന് ആ പെൺകുട്ടിയുടെ മേലൊരു ഇൻട്രസ്റ്റ് തോന്നുകയാണ്. നമ്മൾ ഈ എയ്ലീൻ്റെയും അലൻ ഗോമസിൻ്റെയും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ റെഗുലർ സ്റ്റുഡൻസ് ആയിരുന്നു. അവർ അഗ്രികൾച്ചർ കോളേജിൽ വെച്ചിട്ട് തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. രണ്ടുപേരും 2 മേജർ ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. എയ്ലീൻ്റെ മേജർ ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് ഫോർ ലാർജ് അനിമൽസ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ അലൻ ഗോമസ് ബീഫ് പ്രൊഡക്ഷനിലായിരുന്നു മേജർ ചെയ്യുന്നുണ്ടായിരുന്നത്. അവരെല്ലാ സ്റ്റുഡൻസിനെയും പോലെ അവരുടെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യായിരുന്നു. നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നുണ്ട്, കളിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. ഈ അലൻ ഗോമസ് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരാളാണ്. ഈ എയ്ലീനും അലൻ ഗോമസും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്സ് പറഞ്ഞനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ പോലീസുകാർ ഈ ഒരു കേസ് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ എയ്ലീനെയും അതേപോലെ തന്നെ അലൻ ഗോമസിനെയും കിഡ്നാപ്പ് ചെയ്യുന്നതിന് കുറച്ച് മുൻപ് എന്താണെന്നുണ്ടെങ്കിലും ഇവരെ നല്ല രീതിയിൽ കിഡ്നാപ്പേഴ്സ് വാച്ച് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളൊരു അസംഷൻ പോലീസിന് ഉണ്ടാവുകയാണ്. അപ്പോൾ പോലീസുകാർ അന്വേഷണം നടത്തിയപ്പോൾ 2 പേരെ പോലീസിന് പിടികൂടാനും സാധിച്ചു. ഒറീലിയോ സെന്റേനോ, വിൻസെൻഷിയോ മലബനാർ എന്ന് പറയുന്ന 2 പേരായിരുന്നു അത്. ഇവർ രണ്ടുപേരും മേയറുടെ ആളുകളായിരുന്നു. കഷ്ടപ്പെട്ട് വളരെയധികം ട്രാക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇവർ രണ്ടുപേരെയും പോലീസുകാർ പിടികൂടിയത്. പിന്നീട് ഇവർ രണ്ടുപേരും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് സാക്ഷികളായി മാറുകയായിരുന്നു. ഇവർ രണ്ടുപേരും കിഡ്നാപ്പിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ റേപ്പിലും മേർഡറിലും ഒന്നും അവർക്ക് പങ്കുണ്ടായിരുന്നില്ല. ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രിപ്പറേഷൻ ജൂൺ 28 മോർണിംഗിനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 പേരായിരുന്നു ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. അതിലൊരാൾ അവിടുത്തെ പോലീസ് ഡെപ്യൂട്ടി ചീഫ് ആയിട്ടുള്ള ജോർജ് മെഡിയാൽഡിയ എന്ന് പറയുന്ന ഒരാളായിരുന്നു. പിന്നെ വേറൊരു പോലീസുകാരനുണ്ടായിരുന്നു, സിലോആമ എന്നായിരുന്നു ആളുടെ പേര്. പിന്നെ ഈ മേയറുടെ 2 ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ബ്രദേഴ്സ് ആയിരുന്നു കേട്ടോ. ലൂയിസ് അതുപോലെ തന്നെ റൊജേലിയോ എന്നായിരുന്നു അവരുടെ പേര്. ഇവരെ കൂടാതെ പിന്നുണ്ടായിരുന്ന വേറൊരാൾ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേയറിന്റെ നെഫ്യൂ ആയിരുന്നു. ബോൾവിൻ പ്രയോൺ എന്നായിരുന്നു ആളുടെ പേര്. പിന്നുണ്ടായിരുന്ന ഒരാൾ ആളുടെ ഗാർഡനർ ആയിരുന്നു. പെപ്പിറ്റോ കെവിൻ ആയിരുന്നു ആളുടെ പേര്. ഇവരെ 6 പേരെയും ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയിരുന്ന ആളായിരുന്നു ഈ സെന്റേനോ. അവരെല്ലാവരും കൂടെ പോയത് ഒരു ആംബുലൻസിലായിരുന്നു കേട്ടോ. ആംബുലൻസ് എടുത്തു നേരെ ഒരു കോളേജ് ക്യാമ്പസിലോട്ട് കയറാനായിട്ട് ലൂയിസ് പറയാണ്. അപ്പോൾ കോളേജ് ക്യാമ്പസിലോട്ട് കയറി അവരിങ്ങനെ പതിയെ വണ്ടി ഓടിച്ച് പോവായിരുന്നു. അപ്പോൾ എന്താണ് നമ്മളുടെ പ്ലാൻ എന്നുള്ളത് ഇയാൾ ചോദിച്ചപ്പോൾ മേയർക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് എന്നുള്ളൊരു മറുപടി ആയിരുന്നു ലൂയിസ് പറഞ്ഞത്. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തുടങ്ങിയിട്ട് മേയറുടെ വായന്ന് വെള്ളമൊലിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശരിയായില്ല എന്നൊക്കെ ഇയാൾ പറഞ്ഞു കയറ്റി ചിരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സെന്റേനോട് പതിയെ വണ്ടി ഓടിക്കാനായിട്ട് പറഞ്ഞു. അവർ ആ ഒരു ഏരിയ മുഴുവനായിട്ട് അരിച്ചു പറക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് കുട്ടികൾ സ്ഥിരമായിട്ട് പോകുന്ന ഹാങ് ഔട്ട് സ്പോട്ടുകളിലോട്ട് പോകാനായിരുന്നു സെന്റേനോട് അവർ ആവശ്യപ്പെട്ടത്. അതിനുശേഷം അവർ നേരെ അങ്ങനെ കുട്ടികൾ ഹാങ് ഔട്ട് ചെയ്യുന്ന സ്പോട്ടിലും മറ്റുമൊക്കെ പോയി അവിടെയൊക്കെ ഇറങ്ങി ആ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ ഒരു അഗ്രി കോംപ്ലക്സിൻ്റെ അവിടെ എത്തി അവിടെ ഇറങ്ങിയിട്ട് ഈ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് ഡെപ്യൂട്ടി ചീഫ് തൻ്റെ ബോസിനെ റേഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്, എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇന്ന് കാര്യങ്ങൾ നടക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ബോസ് വേറെ ആരോ ആയിരുന്നില്ല, മേയറായിട്ടുള്ള സാഞ്ചേസ് തന്നെ ആയിരുന്നു. അങ്ങനെ വൈകുന്നേരം 7 മണി കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇവർ ഈ ഒരു ഐലീനെ കണ്ടെത്തുകയാണ്. ഈ ഐലീനും അലനും ആ സമയത്ത് എവിടെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു വാൻ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വാൻ്റെ അകത്ത് ഇരിക്കുകയായിരുന്നു. ഇവരെല്ലാവരും കൂടെയും ആ ഒരു കാറിനെ പെട്ടെന്നുകൊണ്ട് വളയാണ്. കുട്ടികളെ 2 പേരെയും അവർ ഓവർ പവർ ചെയ്തു. പെട്ടെന്ന് തന്നെ അവർ 2 പേരെ എടുത്ത് ബാക്കിലത്തെ സീറ്റിലോട്ട് ഇട്ടു. ഗൺ പോയിന്റിൽ നിർത്തിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു വാൻ എടുത്ത് ആ ക്യാമ്പസിൻ്റെ പുറത്തോട്ട് ഓടിച്ചു പോവുമായിരുന്നു. ഈ ആംബുലൻസ് ഇതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു. ഇവരെല്ലാവരും കൂടെ നേരെ പോയത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മേയറുടെ ഫാം ഹൗസിലോട്ടായിരുന്നു. മേയർ ഇവരെല്ലാവരെയും വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ പെൺകുട്ടിയെയും കൊണ്ട് അങ്ങോട്ട് എത്തുകയാണ്. മേയർ സാഞ്ചേസ് ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഹാപ്പിയായി. അപ്പോഴാണ് ആള് അലനെ ശ്രദ്ധിക്കുന്നത്. അല്ല, ഇതാരാണ് ഈ ഒരു പയ്യെന്ന് ചോദിച്ചപ്പോൾ ലൂസൻസ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്നായിരുന്നു ഡെപ്യൂട്ടി ചീഫിൻ്റെ മറുപടി. എന്താണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് ആൾ പറഞ്ഞു. അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെയും കൊണ്ട് തൻ്റെ ബെഡ്റൂമിലോട്ട് പോവുകയായിരുന്നു. അതിനുശേഷം മണിക്കൂറുകളോളം അയാൾ ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയായിരുന്നു. ആ ടൈമിൽ സമയം കളയുന്നതിന് വേണ്ടിയിട്ട് ആളുടെ കൂട്ടാളികൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അലൻ എന്ന് പറയുന്ന ആ പയ്യനെ ടോർച്ചർ ചെയ്യായിരുന്നു.
ഒരു സമയത്ത് ഒരടിയിൽ ആ പയ്യൻ്റെ തല വന്ന് സിമെന്റ് കട്ടയിൽ അടിച്ചും കയറ്റി ബോധം പോവാണ്. ഇപ്പൊ തന്നെ മരിച്ചു എന്ന് വിചാരിച്ചും കയറ്റി ആ പയ്യനൊന്ന് പിടിച്ചു നോക്കാണ്. എന്നാൽ ആ പയ്യൻ ആ ടൈമിൽ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ദുരിതപൂർവമായ രാത്രി അവിടെ തുടങ്ങുക മാത്രമായിരുന്നു. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞു. ഏകദേശം വെളുപ്പിന് 1 മണിയായി. അപ്പോൾ ഈ ഒരു സാഞ്ചസ് റൂം തുറന്ന് പുറത്തോട്ട് വരികയാണ്. അയാൾ ആ ഒരു പെൺകുട്ടിയെയും പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ടായിരുന്നു വന്നത്. ആ പെൺകുട്ടി ആ ടൈമിൽ ഹാഫ് നേക്കഡ് ആയിരുന്നു. അതായത് ആ പെൺകുട്ടിയുടെ ബോട്ടത്തിൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇയാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വൈറ്റ് പോളോ ടീഷർട്ട് മാത്രമേ ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആളുടെ കൂട്ടാളികളോട് പറഞ്ഞു, എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാനായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ ചിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ എയ്ലീൻ എന്ന് പറയുന്ന പെൺകുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇതൊക്കെ ഈ വിറ്റ്നസ്സുകൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കേട്ടോ. അതിനുശേഷം ഈ വിദ്യാർത്ഥികളെ രണ്ടുപേരെയും ആ ഒരു വാനിലോട്ട് എടുത്തിട്ടു. അതിനുശേഷം വാൻ ആ ഒരു ഫാം ഹൗസ് വീട്ടിങ്ങേറ്റ് പുറത്തോട്ട് പോയി. ഈ സെൻറ്റനോ ആംബുലൻസിൽ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതായിരുന്നു അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന നിർദ്ദേശം. അങ്ങനെ വണ്ടി കുറച്ച് ദൂരം പോയി. അതിനുശേഷം വണ്ടി പെട്ടെന്നുകൊണ്ട് തന്നെ ഒന്ന് കുലുങ്ങുന്നതായിട്ട് ആൾക്ക് തോന്നുകയാണ്. പിന്നെ ഒരു വെടിവെച്ച് കേട്ടു. അതിനുശേഷം വണ്ടി സൈഡിൽ നിർത്തി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബോഡി എടുത്ത് ഒരാൾ പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുടെയും ബോഡി ആയിരുന്നില്ല, അലൻ്റെ ബോഡിയായിരുന്നു. ആ ഒരു മേയറുടെ ഗാർഡനറായിരുന്നു ആളുടെ ബോഡിയും കൊണ്ടുവന്നത്. അതിനുശേഷം അവിടെ ഒരു ഡം സൈറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി ആ ഒരു ബോഡി ഇടായിരുന്നു. അതിനുശേഷം വീണ്ടും ആ ഒരു പയ്യനെ വെടിവെക്കുകയായിരുന്നു. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ആൾ ആ ഒരു വാനിൽ കയറി വാൻ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടരാനായിട്ട് തുടങ്ങി. ഇതൊക്കെ കണ്ട് ഷോക്കായി അയാൾ ഇതിൻ്റെ പിന്നാലെ തന്നെ ആംബുലൻസ് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു. ഫുള്ളൊരു കരിമ്പും കാടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വണ്ടി എത്തുകയാണ്. അവിടെ വണ്ടി നിർത്തുകയാണ്. പിന്നെ ലൂയിസ് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി നമ്മളുടെ ടേൺ ആണെന്ന് പറഞ്ഞു. ആ ഒരു പെൺകുട്ടിയെയും കൊണ്ട് ആ കരിമ്പിൻ തോട്ടത്തിലോട്ട് അവർ പോവാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ 6 പേരും ആ പെൺകുട്ടിയെ മാറി മാറി റേപ്പ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇയാളോട് ചോദിച്ചു കേട്ടോ, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോളാനായിട്ട്. എന്നാൽ ആള് അത് വേണ്ടാന്ന് പറയുകയായിരുന്നു. സെന്റനോ പറയുന്നത് ആ 7 പേര് അതിക്രൂരമായിട്ട് ആ ഒരു പെൺകുട്ടിയെ അത്ര നേരം റേപ്പ് ചെയ്തിട്ടും ആ പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ അവസാന സമയത്ത് വരെ തൻ്റെ ജീവന് വേണ്ടിയിട്ട് യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു പെൺകുട്ടി. തന്നെ കൊല്ലാതെ വിടണം എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ ആ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്നും വരുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ക്രൂരന്മാരതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. ഒച്ച വെക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ വായിൽ ലൂയിസ് ഒരു ടവല് തിരികെ വെക്കുകയായിരുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയുടെ മുഖത്ത് വെടിവെച്ച് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് അവർ ഇയാളുടെ അടുത്ത് പറഞ്ഞു, ഈ സെൻറ്റനോൻ്റെ അടുത്ത് പറഞ്ഞു ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ നല്ല ഹാപ്പി ആയിട്ട് അവർ 6 പേരും അവരുടെ കാര്യം അന്വേഷിച്ച് അവിടെ നിന്ന് പോവുമായിരുന്നു. ഈ ഒരു ടാസ്ക് ഏൽപ്പിച്ചത് ഈ സെന്റനേനെയും അതേപോലെ തന്നെ വിൻസെൻഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സാക്ഷി ഉണ്ടായിരുന്നല്ലോ, ആളെയായിരുന്നു. അതിനുശേഷം അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് ആയിട്ടുള്ള മെഡിയാൽഡിയ ഈ ക്രൈമും കാര്യങ്ങളൊക്കെ ക്ലീനപ്പ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അതായത് ആളത്രയും വലിയ പൊസിഷനിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മേർഡറും റേപ്പും ഒക്കെ ക്ലിയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാ ഒരു കാര്യമല്ല എന്നുള്ളതായിരുന്നു ആൾ കരുതിയിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് ജൂൺ 29, 1993. അന്നത്തെ ദിവസം രാവിലെ തന്നെ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെർച്ച് പാർട്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്കും അതേപോലെ തന്നെ ആ പയ്യനും വേണ്ടിയിട്ട്. ഈ സെർച്ച് ചെയ്യാൻ ഏൽപ്പിച്ചത് ആരെയാണെന്ന് അറിയോ? ഈ ക്രൈം കമ്മിറ്റ് ചെയ്ത ആളുകളെ. യെസ്, ആ റേപ്പ് ചെയ്ത ആളുകൾ തന്നെയാണ് പിന്നീട് ആ പെൺകുട്ടിയുടെ ബോഡി അവർ സെർച്ച് ചെയ്തപ്പോൾ കണ്ടെത്തിയെന്നുള്ളൊരു വ്യാജേന എന്താ പറയുക, പെൺകുട്ടിയുടെ ബോഡി കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതും. സാക്ഷികൾ പറയുന്നത് ഈ മെഡിയാൽഡിയ എന്ന് പറയുന്ന പോലീസ് ചീഫ് ആ പെൺകുട്ടിയുടെ ബോഡി കാണുന്ന ടൈമിൽ പെൺകുട്ടിയുടെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ എക്സ്പോസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഷർട്ടും കാര്യങ്ങളൊക്കെ നേരെ കിട്ടു. അതേപോലെ തന്നെ ബോട്ടം ഭാഗവും എക്സ്പോസ്ഡ് ആയിരുന്നു. അപ്പോൾ ക്ലോത്തും കാര്യങ്ങളൊക്കെ വെച്ച് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര വിഷമം ആൾ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അതായത് അത്രത്തോളം നല്ല അഭിനയമായിരുന്നു ആളുടേതെന്നാണ് അവിടെ ഉണ്ടായിരുന്ന സാക്ഷികളെല്ലാം തന്നെ പറയുന്നത്. അതേപോലെ തന്നെ പിന്നീടുള്ള പരിശോധനയിൽ ഒരുപാട് ആളുകൾ ആ പെൺകുട്ടിയെ കണ്ടിന്യൂസ് ആയിട്ട് റേപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാവുകയായിരുന്നു. അപ്പോൾ ഈ ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടി. സ്റ്റുഡൻസും അതേപോലെ തന്നെ പാരൻസും ഒക്കെ ബോഡിയും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടൈമിൽ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളൊരു നിലയ്ക്ക് ആ ക്രൈംസിലെ എവിഡൻസും കാര്യങ്ങളൊക്കെ മായ്ച്ചു കളയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വിൻസെൻഷ്യോ എന്ന് പറയുന്ന മറ്റൊരു സാക്ഷി പോലീസിൻ്റെ അടുത്ത് പിന്നീട് പറഞ്ഞത്. ആളും ആളുടെ കൂട്ടാളികളും ഈ കറക്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് ആ വാനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു. അതേപോലെ തന്നെ അവർ പോയ ട്രയലുകളും കാര്യങ്ങളെല്ലാം തന്നെ മായ്ച്ചു കളഞ്ഞു. അതായത് ഒരു തരത്തിലും അവരുടെ അടുത്തോട്ട് പോലീസ് വേറെ ആരെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ തന്നെ എത്തരുത് എന്നുള്ള രീതിയിൽ അവർ കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്യുകയായിരുന്നു.
എന്നാൽ ഈ ഒരു കേസ് അവർ പ്രതീക്ഷിച്ചതുപോലെ മങ്ങിപ്പോയില്ല. ഈ കേസ് വലുതായി, വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഈ ഒരു കേസിലോട്ട് വലിയ വലിയ ഡിറ്റക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആവുകയാണ്. അവർ രണ്ടാമത് ഈ ഒരു കേസ് അന്വേഷിക്കാനും തുടങ്ങി. അവരന്വേഷിച്ച് തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോക്കൽ പോലീസിന് ഈ ഒരു കേസ് തെളിയിക്കുന്നതിൽ യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മേയറിൻ്റെ അടുത്ത് ആളുടെ കൂട്ടാളികൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മേയർ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പുതിയ കാറ് വാങ്ങണ കാശുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിതൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു തരത്തിലായിരുന്നു. അങ്ങനെ ആൾ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാടധികം കള്ളസാക്ഷികളെയും മറ്റുമൊക്കെ സെറ്റാക്കുകയാണ്. അതേപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ പോലീസുകാർ നല്ല കണ്ണിങ് ആയിരുന്നു. അവർ കഷ്ടപ്പെട്ട് ഒരുപാടധികം ട്രാക്ക് ചെയ്തിട്ട് 10-ാം തീയതി സെന്റേനയെ പിടികൂടുകയായിരുന്നു. ഈ ക്രൈമും കാര്യങ്ങളൊക്കെ നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ സെന്റേനോനെ അവിടെ നിന്ന് കാണാതായിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ദുഃഖഭാരം താങ്ങാൻ പറ്റാതെ ആൾ അവിടെ നിന്ന് എന്താ പറയുക നാട് വിട്ടതായിരുന്നു. അതിനുശേഷമാണ് ഓഗസ്റ്റ് 10-ാം തീയതി പിന്നീട് പോലീസുകാരെ ഇയാളെ ട്രാക്ക് ചെയ്ത് പിടികൂടുന്നത്. പിന്നീട് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പോലീസിന് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഇയാൾ ഒരു സാക്ഷിയായിട്ട് മാറുന്നത്. അതിനുശേഷം വിൻസെന്റ് ഷോയെ പിടിച്ചു. ആളും വിറ്റ്നസ് ആവാന്ന് പറഞ്ഞു. ആൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. പോലീസുകാർ മേയറിന്റെ ആ ഫാം ഹൗസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അവിടെ നിന്ന് പോലീസിന് എവിഡൻസും കാര്യങ്ങളൊക്കെ ലഭിച്ചു. അതിനുശേഷം പോലീസുകാർ ഈ ഒരു മേയറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ മേയർ എല്ലാം തന്നെ ഡിനൈ ചെയ്യുകയായിരുന്നു. അന്നത്തെ ദിവസം താൻ ആ ഒരു ഏരിയയിലേ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു മേയർ പറഞ്ഞത്. അന്നത്തെ ദിവസം അവിടെ നിന്ന് കുറേ മാറിയിട്ടുള്ള തൻ്റെ ഒരു മിസ്ട്രസിൻ്റെ വീട്ടിലായിരുന്നു താൻ ഉണ്ടായിരുന്നത്. സംശയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാനായിട്ട് ആൾ പറയുകയായിരുന്നു. നമ്മൾ റിപ്പോർട്ട്സ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ മീഡിയാസിനും അതുപോലെ തന്നെ അതോറിറ്റീസിലുള്ള ഒരുപാടധികം ആളുകൾക്കും ഒരുപാട് പൈസ ഈ ഒരു സാഞ്ചേസ് വാരിക്കോരി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസിൻ്റെ ഹീറ്റ് കുറക്കാൻ. അത് ആളുകൾ ചർച്ച ചെയ്യുന്നത് ഈ ന്യൂസിലും മറ്റൊക്കെ വരുന്നത് കൊണ്ടൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ആൾ അത്രത്തോളം ഫണ്ട് ഒഴുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ഫലിച്ചില്ല. ഓഗസ്റ്റ് 13-ാം തീയതി പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സെന്റേനോനെ പിടികൂടി 3 ദിവസം കഴിഞ്ഞപ്പോൾ മേയറിനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ആ ഒരു കേസിൻ്റെ ട്രയൽ നടക്കാനായിട്ട് 16 മാസം എടുത്തു. അത്രത്തോളം ആളുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ട്രയലും കാര്യങ്ങളൊക്കെ ലാഗാക്കിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ എന്താ പറയുക ന്യൂസിലും മറ്റൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഫുള്ള് വിർജിൻ മേരിയുടെ ഫോട്ടോയുടെ അടുത്തും അതേപോലെ തന്നെ എന്താ പറയുക സ്റ്റാച്യൂയുടെ അടുത്തൊക്കെ നിന്നിട്ട് പ്രാർത്ഥിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു ആളെ കണ്ടിരുന്നത്. അതായത് ആൾക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ ഉള്ള ആ ഒരു ഇമേജിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഡ്രാമയ്ക്ക് ആ ടൈമിൽ ആൾ കളിച്ചിരുന്നു. പിന്നെ 1993 സെപ്റ്റംബർ 12-ന് മേയർ കോടതിയിൽ ഹാജരാക്കായിരുന്നു. അപ്പോൾ ഇയാളെല്ലാം ചിരിച്ചു തള്ളുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഒന്നും തന്നെ താൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ആൾ പറഞ്ഞത്. അതായത് എല്ലാ ക്രൈംസും ആൾ നിഷേധിക്കുകയായിരുന്നു. അതേപോലെ തന്നെ തനിക്കൊരു സ്ത്രീയെ റേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതും സ്ത്രീകൾ തൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ടാണ് വരാറുള്ളതെന്നും ആൾ കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഫുൾ ടൈം ചിരിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു ആൾ ആ ഒരു കോടതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ 1995 മാർച്ച് 11-ന് കേസിൻ്റെ വിധി വരികയാണ്. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന 7 പേർക്കും, അതായത് മേയർ ഉൾപ്പെടെ 7 പേർക്കും ഏകദേശം 40 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു ലഭിച്ചത്. ഈ വിധി വന്നപ്പോൾ മേയറുടെ ചിരിയും കാര്യങ്ങളൊക്കെ മാറുകയാണ്. അതേപോലെ തന്നെ ഈ മേയറുടെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ മർഡർ കേസ്, അതല്ലാത്ത കേസുകൾ, അത് ഇതൊക്കെ ഉണ്ടാവുകയാണ്. അവസാനം ഇയാൾക്ക് ടോട്ടൽ 360 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു ലഭിച്ചത്. അതുപോലെ കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ ഫാമിലിക്ക് 12 മില്യൺ പെസോസ് കൊടുക്കാനും കോടതി ഉത്തരവിടുകയാണ്. അത് ഈ എന്താ പറയുക മേയറുടെ ഫാമിലി അതിന് തയ്യാറായില്ല. മേയർ ഇത്തരത്തിലുള്ള ഒരു കുറ്റവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആള് ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ കൊടുക്കില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലായിരുന്നു മേയറുടെ ഫാമിലി ഉറച്ചു നിന്നത്. താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, പൊളിറ്റിക്കൽ ഒപ്പോണൻസ് തന്നെ കുടുക്കിയതാണ് ഇതൊക്കെ എന്നുള്ളതാണ് ആള് അവസാനം വരെ പറയുന്നുണ്ടായിരുന്നത്. എന്നാൽ കഥ ഇവിടെ തീർന്നില്ല. 26 വർഷങ്ങൾക്ക് ശേഷം ഇയാൾക്കെതിരെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 2019 ഒരു ന്യൂസ് വരികയാണ്. പബ്ലിക് ആക്ട് 10592 പ്രകാരം പ്രിസണേഴ്സിനെ വേഗം റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് ആയിരുന്നു അത്. നല്ല നടപ്പ് കാരണം 11,000 ക്രിമിനൽസിനെ റിലീസ് ചെയ്യാനായിട്ട് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സാഞ്ചേസിന്റെ പേരും ഉണ്ടായിരുന്നു. അങ്ങനെ പബ്ലിക് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ശേഷം രാജ്യത്തെ പ്രസിഡന്റ് സാഞ്ചേസിന്റെ കേസ് വീണ്ടും എന്താ പറയുക റിവ്യൂ ചെയ്യായിരുന്നു. എന്നിട്ട് അദ്ദേഹം ആളുകൾക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള കേസുകൾക്കൊന്നും തന്നെ
ഇങ്ങനെയുള്ള റിലീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വാക്കായിരുന്നു അദ്ദേഹം കൊടുത്തത്. എന്നാൽ സാഞ്ചേസ് നിസ്സാരക്കാരനായിരുന്നില്ല. ജയിലിൽ വെച്ചിട്ടും ആളുടെ ക്രിമിനൽ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. 2006 ആളുടെ സെല്ലിൽ നിന്നും ഇല്ലീഗൽ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ പോലീസുകാർ കണ്ടെത്തുകയാണ്. അതേപോലെ തന്നെ 2010 1 മില്യൺ പെസോസിന്റെ വെർത്തുള്ള ക്രിസ്റ്റൽ മെത്ത് ആളുടെ കയ്യിൽ നിന്ന് പോലീസുകാർ പിടികൂടുകയും ചെയ്തു. പിന്നെ 2015 ഒരു റിപ്പോർട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ സെല്ലിൽ ഫ്ലാറ്റ് സ്ക്രീൻ TV അതേപോലെ തന്നെ AC കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തരത്തിലാണ്. അങ്ങനെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. സെപ്റ്റംബർ 2019 ഇതിനെതിരെ നടപടി എടുക്കുകയും ചെയ്തു. അവിടുത്തെ ബ്യൂറോ ഓഫ് കറക്ഷന്റെ ചീഫിനെ ഫയർ ചെയ്യായിരുന്നു. അതേപോലെ തന്നെ വേറെയും 6 ഉദ്യോഗസ്ഥരെയും ഫയർ ചെയ്തു. എന്തായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സാഞ്ചേസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം. അതായത് ഇയാൾക്ക് പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിച്ചു. പിന്നെ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ ആൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. പിന്നെ ഈ വിക്ടിംസിന്റെ ഫാമിലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പൈസക്ക് വേണ്ടിയിട്ട് ഒരു തവണ പോലും കോടതിയെ സമീപിച്ചില്ല എന്നുള്ളതാണ്. അവർ പറഞ്ഞത് ഈ സാഞ്ചേസിന് എന്തെങ്കിലും ഒരു പശ്ചാത്താപം തോന്നിയാൽ മതി എന്നുള്ളതാണ്. ആൾ ചെയ്തത് വലിയൊരു ക്രൂരതയായിപ്പോയി, ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു തെറ്റാണ് താൻ ചെയ്തതെന്നുള്ളൊരു തോന്നൽ ആൾക്കുണ്ടായാൽ മതി എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞൊരു കാര്യം. എന്നാൽ മരണം വരെ ആൾക്ക് അത്തരത്തിലുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ മാർച്ച് 27, 2021 ആൾ നിലത്ത് വീണ് കിടക്കുന്നതായിട്ട് സെൽമേറ്റ് കാണുകയാണ്. ഉടനെ തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ആൾ മരിച്ചിട്ടുണ്ടായിരുന്നു. പ്രായത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ഒരു മേയർ സാഞ്ചേസിൻ്റെ അന്ത്യം ഉണ്ടായത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.